കഴിച്ചോളുണ്ട്. ഞങ്ങൾ വരാൻ വൈകും. ജോലിയുടെ കാര്യം ഏട്ടത്തി പറയണം. ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത്? ഇനി ഏട്ടത്തി നിർബന്ധിക്കും പോലെ ഇരിക്കും. എന്നെ കൊണ്ട് ഏട്ടത്തിക്കും ഭാരമാവരുത്. ആ, നീ എന്തെടുക്കുവാടി? നേരെ വൈകണോ? എഴുന്നള്ളത്ത് തുടങ്ങി. പുതിയൊരുത്തിയും കൂടെ വന്നിട്ടുണ്ട്. രാധയ്ക്കൊരു ബൈനാക്കുലർ കൂടി കിട്ടിയാൽ റണ്ണിംഗ് കമന്ററി അസലാവും. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഇവറ്റിങ്ങളെ ഒരു ഒറ്റ ദിവസം കൂടെ വെച്ച് കുറിപ്പിക്കുമോ? അവന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിനക്കറിയൂ. തൊഴിലിന്റെ ഭാഗത്തും അവന്റെ അടുത്തൊക്കെ ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന ആകെയുള്ള പ്രാർത്ഥന. ആ പുതിയ പെണ്ണ് എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് വാശിയുണ്ടോ ആവോ രാധയ്ക്ക്? ഓ പിന്നെ അവളും പേശക കണ്ടലർന്നൂടെ? വാടിയുടെ ഇല്ല. കാര്യം ചേച്ചിയോ? രണ്ടാളും പോയി. നാരായണ കമ്പനിയിലാണോ? ഞാൻ കണ്ടിരുന്നത്. ഞാൻ ഇന്ന് വന്നതാണ്. അത് ശരി. നാരായണത്തെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ ശിവൻകുട്ടി. ആ, ഫോറിൻ കാറൊക്കെ ഉള്ള മുതലാളിയാ. ഒറ്റയ്ക്കേ ഉള്ളൂ. പുറപ്പെടേ. എങ്ങോട്ട് പുറപ്പെടാൻ? ഒരു 300 പറഞ്ഞാൽ തരൂ. പക്ഷെ ഞാൻ ചിലപ്പോ 400-എത്തും. ആ, അതൊക്കെ അവനവന്റെ സാമർഥ്യം പോലെ. അല്ല, മുണ്ടും വേഷമില്ലേ? അതെടുത്ത് നോക്ക്. അതാ മൂപ്പർക്ക് ഇഷ്ടം. കടന്നു പോടാ പറ്റി. അല്ല, ഞാൻ നാരായണത്തോട് പറഞ്ഞു. ചന്ദ്ര, നീ ഒരു അരക്കുപ്പിയിട്. മതി കർണേട്ട. കുമാരമൂപ്പരെ പണിക്കാരാണ്. ഏതാണ് ഈ പുതിയൊരു മൂപ്പൻ? കർണേട്ട പതുക്കെ. ഒരു അരക്കുപ്പിയിട്. ഛർദിക്കാനായവരൊക്കെ പിടിച്ച് പുറത്തിടാ. നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ, കുമാരൻ, അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം 4 ആള് കാണേ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്ക്. മൂപ്പന് വേണ്ടി ചാകാനുള്ള ആൺകുട്ടികളുണ്ടോ ആ കൂട്ടത്തില്? ഓടാ കർണേട്ട അന്തം കണ്ടില്ല. അരുത് കർണേട്ട, അത് പണിക്കാരല്ലേ? ആ, പണിക്കാരെ വിടാം. അവനെവിടെ? കുമാരനെ. കർണേട്ടൻ വീട്ടിലേക്ക് പോ, ഞാനൊപ്പം വരാം. മാനേജറോടൊന്ന് പറഞ്ഞോട്ടെ. അവനാടാ മാനേജരെ? വാ കർണേട്ട, ഞാനല്ലേ പറയണത്. വാ. അങ്ങോട്ടല്ല കർണേട്ട, ഇങ്ങോട്ട് നടക്ക്. എനിക്കറിയാം. വാ. ഇവിടെയൊക്കെ കാട് പിടിച്ചില്ലടാ. നമുക്ക് ശരിയാക്കാം കർണേട്ട എല്ലാം. കർണേട്ട വിടീ. കുറച്ചു ദിവസം ഞാനൊന്ന് നോക്കി. ഇപ്പൊ എല്ലാം വൃത്തിയാക്കി കളയാം.
കള്ളവാറ്റ് കുടിച്ച് കുറെ പേരുടെ കണ്ണുപോയി ഈ ഭാഗത്തുനിന്ന് കേട്ടല്ലോടാ ജയിലിൽ കിടക്കുമ്പോ. നീ ആയിരുന്നു എന്റെ ഉസ്താദ്. ഏയ്, എന്റെ സാധനം കർണാടകം കഴിച്ചിട്ടില്ലല്ലോ. ബെസ്റ്റ് അല്ലേ? റൊക്കം കാശിന് കച്ചവടം നടക്കണില്ലെന്ന് കണ്ടപ്പോ നിർത്തി. നഷ്ടം തന്നെ. ഒരു പൊടിക്ക് ഏലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ. എന്തായിരുന്നു മണം! ഇപ്പോഴും അറിയില്ലേ കുറെ. ഞാനിവിടെ കിടന്നോളാം, നീ പൊയ്ക്കോ. നിന്റെ മാനയിൽ അതിന് വക്കാണത്തിന് വരണ്ട. കരുണേട്ടം വന്ന വകയില് രാജി കൊടുത്തു കൂട്ടിയോ. കണ്ടവന്റെ ആട്ടും തുപ്പും, ഇടയ്ക്ക് തല്ലും. 10 ദിവസത്തെ കൂലി ബാക്കി വരാനുണ്ട്. അയാൾക്ക് ലാഭം, എന്റെ വക ബക്ഷീസ്. കിടക്കട്ടെ. ഉം.